എല്ലാവർക്കും നമസ്തേ. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പംകിൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. കൂട്ടത്തിൽ 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർക്കാം. 7 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ 2 സവോള, വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. ചെറുതായി അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് തന്നെ മൂത്ത് വരണം. ഉള്ളിയൊക്കെ ഒന്ന് കാരമലൈസ്ഡ് ആയി വരണം കേട്ടോ. എങ്കിലേ നമ്മുടെ സൂപ്പിന് നല്ലൊരു സ്വാദ് കിട്ടുകയുള്ളൂ. ഒരു ബേ ലീഫ് കൂടി ഇതിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ ആ ലീഫൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയാലേ നല്ല മഞ്ഞ നിറത്തിലുള്ള പഴുത്ത മത്തങ്ങ കൂടി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. മത്തങ്ങയുടെ കഷ്ണങ്ങളും എല്ലാം ഒന്ന് ചെറുതായിട്ട് വഴിച്ചെടുക്കാം. ഇനി ആ ബേ ലീഫ് അങ്ങ് നമുക്ക് മാറ്റാം. ഇതിന് മിക്സർ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാം. ഇതിന് നന്നായി ആറിയതിന് ശേഷം മാത്രം വേണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് അരമുറി നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ ചേർക്കാം, ഫ്രഷ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു രീതിയിൽ സൂപ്പ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. എങ്കിലും ഇതുപോലെ കുടിക്കാനാണ് എനിക്ക് സൂപ്പ് ഇഷ്ടം കേട്ടോ. സെർവ് ചെയ്യുന്നതിന് മുൻപായി ഒന്നുകൂടി നല്ല ചൂടാക്കി എടുക്കണം. കാരണം ചൂടോടെ വേണം നമ്മൾ സൂപ്പ് സെർവ് ചെയ്യാനായിട്ട്. ഇതിനി സെർവ് ചെയ്തെടുക്കാം. അല്പം പെപ്പർ പൗഡറും കുറച്ച് ക്രീമും കൊണ്ടൊന്ന് നമുക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. 2-3 റോസ്റ്റഡ് ഗാർലിക്കും കൂടി പുറത്തായിട്ട് ഗാർണിഷ് ചെയ്യാം. ഇതുപോലെ നല്ല ആവി പറക്കുന്ന ചൂടിൽ വേണം നമ്മൾ സൂപ്പ് ഊതി കുടിക്കാനായിട്ട്. ഇതുപോലൊരു ടോസ്റ്റഡ് ബ്രെഡ് പീസിലൊന്ന് മുക്കി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പർ. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ. ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ കറി വിത്ത് അമ്മ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്കൊരു ഫീഡ്ബാക്കായി തരണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ടാറ്റ, ബൈ.